അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ അമീർ അലി ചാപ്പനങ്ങാടി. ട്രേഡിംഗ് രംഗത്ത് പ്രത്യേകിച്ചും ഫോറക്സ് ട്രേഡിങ്ങിൽ നിന്ന് തീർത്തും ഒഴിവാക്കാൻ കഴിയാത്ത രണ്ട് സോഫ്റ്റ്വെയറുകളാണ് MT4ഉം MT5ഉം. ഇത് ആൻഡ്രോയിഡിലും ഐഫോണുകളിലും കമ്പ്യൂട്ടറുകളിലുമൊക്കെ ഉപയോഗിക്കാവുന്ന വ്യത്യസ്ത സംവിധാനങ്ങൾ ഇന്ന് MT4നും MT5നും ലഭ്യമാണ്. MT4 ആയാലും MT5 ആയാലും രണ്ടും ഒരു കമ്പനിയുടെ വ്യത്യസ്ത സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റുകളാണ് എന്ന് പറയാം. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്നും തൽക്കാലം ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല. ഇതിൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ട്രേഡിംഗ് അല്ലെങ്കിൽ റോബോട്ട് ട്രേഡിംഗ് എങ്ങനെയാണ് സെറ്റ് ചെയ്യൽ എന്നറിയാത്തവർക്ക് വേണ്ടി പലരും ചോദിക്കുന്നുണ്ട്. അവരെ സഹായിക്കുന്നതിന് വേണ്ടി, അവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണിത്. ഇങ്ങനെയായിരിക്കും MT4 ഓപ്പൺ ചെയ്താൽ നമുക്ക് കാണുന്ന ഇൻ്റർഫേസ്. ഇത് MT5 ആയാലും ഏകദേശം കണ്ടാൽ ഇതേപോലെ തന്നെയാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും എന്നേ ഉള്ളൂ. ആദ്യമായി നമുക്കിതിലേക്ക് ഒരു അക്കൗണ്ട് ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഈ അക്കൗണ്ട്സ് എന്ന സെക്ഷനിൽ ഇവിടെ ഇങ്ങനെയായിരിക്കും കാണുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാകുക. അപ്പോൾ ആദ്യമായി നമ്മൾ ഇതിലേക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിപ്പോൾ FBS എന്ന് പറയുന്ന കമ്പനിയുടെ MT4 ആണ്. അതുകൊണ്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ലോഗൊക്കെ ഈ FBS ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി പ്രവർത്തനങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഈ അക്കൗണ്ട്സ് എന്ന ഭാഗത്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്താൽ നിലവിൽ ഞാൻ ഇവിടെ സെർച്ച് ചെയ്തിട്ടുള്ള, ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ബ്രോക്കറുകളെയും നമുക്കിവിടെ കാണാൻ പറ്റും. ഇങ്ങനെ ഒന്നും ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. മാത്രമല്ല ഇത് FBSൻ്റെതായതുകൊണ്ട് FBSൻ്റെ സെർവറുകളായിരിക്കും ഇവിടെ അധികം കാണിക്കുക. അപ്പോൾ ചില ബ്രോക്കറിന് 1, 2, 3 ഒക്കെ സെർവറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരുകൾ മാത്രമായിരിക്കും കാണിക്കുക. ചിലപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഒരു ബ്രോക്കറുമായും ബന്ധമില്ലാത്ത MT4കളും കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരൊറ്റ കമ്പനിയും കാണിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വേറെ ഏതെങ്കിലും ബ്രോക്കറെ സെർച്ച് ചെയ്യണമെങ്കിൽ സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്യാത്തൊരു ബ്രോക്കറാണ് എക്സ്നെസ്. ഇപ്പോൾ ഞാനിവിടെ എക്സ്നെസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്കാൻ എന്ന ഈ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്നെസിൻ്റെ എല്ലാ സെർവറുകളും ഇവിടെ വരും. അപ്പോൾ ഏത് ബ്രോക്കറാണോ നമുക്ക് ലോഗിൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് എക്സ്നെസ് റിയൽ ഇതാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് ലോഗിൻ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ സെർവർ ഇതാണെങ്കിൽ അതിവിടെ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എക്സിറ്റിംഗ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന ഒരു ഭാഗം ഉണ്ടാവും. ഇവിടെ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാവും. പക്ഷേ അതത്ര ബ്രോക്കറിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് പ്രായോഗികമായൊരു രീതിയല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ എക്സ്നെസ്സിലാണ് അക്കൗണ്ട് എടുക്കുന്നതെങ്കിൽ എക്സ്നെസ്സിൽ തന്നെ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു MT4 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചില ബ്രോക്കേഴ്സിൽ നമുക്ക് പാസ്വേഡ് നമ്മൾ അടിച്ചു കൊടുക്കണം. മറ്റു ചില ബ്രോക്കേഴ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് കമ്പനി തന്നെ ഒരു പാസ്വേഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇമെയിലിലേക്ക് പാസ്വേഡ് മെയിലായിട്ട് വരികയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ എക്സിറ്റിംഗ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ലോഗിൻ എന്ന് പറയുന്നിടത്തൊരു നമ്പറായിരിക്കും ഉണ്ടാവുക. ആ നമ്പറും പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്തതോ കമ്പനി നമുക്ക് നൽകിയതോ ആയിട്ടുള്ള പാസ്വേഡ് നമ്മൾ കൊടുക്കുകയും ചെയ്ത് ഇവിടെ ഫിനിഷ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഭാഗം, ഈ ടെർമിനൽ എന്നാണ് ഈ ഏരിയക്ക് പറയാം. അത് ചിലപ്പോൾ ഈ ബട്ടൺ, ഈ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെർമിനൽ ബട്ടൺ നമുക്ക് അതിവിടെ ഇല്ലാതിരിക്കാനും അത് വരുത്താനൊക്കെ സാധിക്കും. അതേമാതിരി ഇവിടെ മാർക്കറ്റ് വാച്ച്, ഇതിൽ നിന്നാണ് നമ്മൾ ഏതിലാണ് ട്രേഡ് ചെയ്യേണ്ടത് തീരുമാനിക്കുക. അതേപോലെ നാവിഗേറ്റർ, ഇതിൻ്റെ ഒക്കെ ബട്ടണുകൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഓഫാക്കുകയും ഓണാക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അതൊന്നും തൽക്കാലം നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല. നമുക്ക് ഇതിൽ എങ്ങനെയാണ് ഒരു ഓട്ടോമാറ്റിക് ട്രേഡിംഗ് സംവിധാനം ഏർപ്പെടുത്തുക എന്നത് മാത്രമാണ് ഇപ്പോൾ നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അക്കൗണ്ട് സെക്ഷൻ ലോഗിൻ ആയി കഴിഞ്ഞാൽ ഇവിടെ ഇതേപോലെ ഇങ്ങനെ ഒരു ഇപ്പോൾ 852/47 KB എന്നൊക്കെ ഇങ്ങനെ ഇതേപോലെ ഒരു സിഗ്നൽ കാണിക്കും. ഇതിവിടെ ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ മറ്റൊരു രീതിയിലായിരിക്കും കാണിക്കുന്നുണ്ടാവുക. മാത്രമല്ല ഈ സെക്ഷനിൽ വന്നാൽ ഇവിടെ ട്രേഡ് എന്ന ഭാഗവും ബാലൻസും അതുപോലെ ഇക്വിറ്റി, അതായത് നമ്മളുടെ ബാലൻസ് ഇപ്പോൾ നിലവിൽ എത്ര ലാഭവും നഷ്ടവും കഴിച്ച് ബാക്കി എത്ര ഉണ്ട് എന്നതിൻ്റെ കണക്കും ഒക്കെ ഇവിടെ കാണിക്കും. അവിടെ അക്കൗണ്ട് ഹിസ്റ്ററി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട ട്രേഡുകളും അതിൻ്റെ ലാഭവും നഷ്ടവും ഒക്കെ ഇവിടെ കാണിക്കും. അതേപോലെ തന്നെ ഇവിടെ ജേണൽ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഇവിടെ നമ്മളിതിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ, അപ്പോൾ ഞാൻ ഒരു റോബോട്ട് ഇവിടെ ഈ ചാർട്ടിൽ നിന്ന് റിമൂവ് ചെയ്തതാണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണിക്കും. ഇനി അതല്ല റോബോട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നോക്കിയാൽ എന്തുകൊണ്ടാണ് പ്രവർത്തിക്കാത്തത്, എന്താണ് അതിൽ കാണിക്കുന്ന എറർ എന്നത് ഇവിടെ നോക്കി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതാണ് ജേണൽ എന്ന് പറയുന്ന ഈ വശത്തുള്ളത്.
തൽക്കാലം വിശാലമായി മനസ്സിലാക്കുമ്പോൾ മാത്രം പഠിക്കേണ്ട ഏരിയകളാണതൊക്കെ. ഞാൻ തൽക്കാലം അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇതിൽ നമുക്കൊരു റോബോട്ട് സോഫ്റ്റ്വെയർ നമുക്ക് ആഡ് ചെയ്യണം. റോബോട്ട് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു റോബോട്ട് സോഫ്റ്റ്വെയറാണ്. ഗോൾഡ് മൈനിങ് എന്നാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ പേര്. പക്ഷേ ഇത് സാധാരണഗതിയിൽ നമ്മുടെ വിൻഡോസ് സപ്പോർട്ട് ചെയ്യാത്ത ഫയലായതുകൊണ്ട് വിൻഡോസിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേരിലായിരിക്കും ചിലപ്പോൾ ഇതുണ്ടാവുക. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ PDF റീഡർ എന്ന ആ സെക്ഷനിലാണ് ഇത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ലോഗോയിൽ PDF എന്ന് കാണുന്നത്. കാരണം വിൻഡോസിന് ഈ ഫയലിനെ കുറിച്ച് അറിയില്ല എന്നതാണ് ഇതിൻ്റെ കാരണം. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. ഇത് എവിടെ നിന്ന് കിട്ടും, എങ്ങനെ കിട്ടും എന്നൊക്കെ ഉള്ളത് നമുക്ക് പിന്നീട് പഠിക്കേണ്ടതാണ്. സൈറ്റുകളിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങാം, ക്രാക്കഡ് വെർഷനുകൾ വാങ്ങാം, ഫ്രീ ആയിട്ട് കിട്ടുന്ന റോബോട്ടുകളുണ്ട്. അതൊക്കെ അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കുക. അപ്പോൾ പണ്ടൊക്കെ ഇവിടെ ഇങ്ങനെ കോപ്പി എന്നായിരുന്നു. പുതിയ വിൻഡോസിലൊക്കെ ഇത്തരത്തിലുള്ള ബട്ടണുകളായിരിക്കും. അപ്പോൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കോപ്പിയായി. കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ MT4 ഓപ്പൺ ചെയ്ത് ഇവിടെ കാണുന്ന ഈ ഫയൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ഡാറ്റ ഫോൾഡർ എന്ന ഒരു സെക്ഷൻ കാണും. ഇവിടെയാണ് നമ്മൾ ഇതിലേക്ക് പുതിയ ഇൻഡിക്കേറ്ററുകൾ ആഡ് ചെയ്യേണ്ടത്, അതുപോലെ ടെംപ്ലേറ്റ്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ടത്, അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം കാണിക്കുന്നത് റോബോട്ട് ആഡ് ചെയ്യാനാണ്. അപ്പോൾ അതിൽ MQL4 എന്നൊരു ഫോൾഡർ കാണാം. ഇത് MT5-ലാണെങ്കിൽ MQL5 എന്നായിരിക്കും ഉണ്ടാവുക, മറ്റു വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ധാരാളം ഫോൾഡറുകൾ കാണാം. ഇതിൽ ഇപ്പോൾ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന സാധനം ഇവിടെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ചില സോഫ്റ്റ്വെയറിൻ്റെ കൂടെ ലൈബ്രറീസ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഫയലുകൾ കാണും, അത് ഇവിടെയാണ് ആഡ് ചെയ്യേണ്ടത്. പ്രീസെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റോബോട്ടിന് തന്നെ നമ്മൾ പ്രത്യേകം സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഏതെങ്കിലും സെറ്റിങ്സുകൾ ഉണ്ടെങ്കിൽ അത് ഈ പ്രീസെറ്റ് എന്ന ഭാഗത്താണ് ആഡ് ചെയ്യേണ്ടത്. അതുപോലെ പൈത്തൺ സ്ക്രിപ്റ്റ് പോലെയുള്ള സ്ക്രിപ്റ്റുകളൊക്കെ ആഡ് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഇത് കണ്ടപ്പോൾ ഇത് പറഞ്ഞതേ ഉള്ളൂ. നമുക്കിവിടെ എക്സ്പെർട്സ് എന്ന് പറയുന്ന ഫോൾഡറാണ് യൂസ് ചെയ്യേണ്ടത്. എക്സ്പെർട്ട് അഡ്വൈസർ എന്നാണ് നമ്മുടെ MT4-ലും MT5-ലും വർക്ക് ചെയ്യുന്ന റോബോട്ടുകൾക്ക് പറയുന്ന പേര് എക്സ്പെർട്ട് അഡ്വൈസർ, അല്ലെങ്കിൽ അതിനെ ചുരുക്കി EA എന്നും പറയും. അപ്പോൾ ഈ എക്സ്പെർട്സ് എന്ന് പറയുന്ന ഈ ഫോൾഡറിലാണ് നമ്മൾ ആ നേരത്തെ അവിടുന്ന് കോപ്പി ചെയ്തെടുത്തിട്ടുള്ള ആ ഫയൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെയാണ്. അപ്പോൾ ഞാനവിടെ ഗോൾഡ് മൈനിങ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിരുന്നു കോപ്പി ചെയ്തെടുത്തത്. അത് ഓൾറെഡി ഇവിടെ കിടക്കുന്നത് കൊണ്ട് ഞാൻ തൽക്കാലം പേസ്റ്റ് ചെയ്യുന്നില്ല. കാരണം അത് ഓവർ റൈറ്റ് ചെയ്യണമെന്ന് എനിക്ക് ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിവിടെ ആഡ് ചെയ്യുന്നു. അങ്ങനെ പുതുതായി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എക്സ്പെർട്ട് അഡ്വൈസർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ കാണിക്കും. അപ്പോൾ പുതിയത് ആഡ് ചെയ്തത് ഇവിടെ കാണൂല. അപ്പോൾ അത് കാണുന്നുണ്ടെങ്കിൽ ഈ എക്സ്പെർട്ട് അഡ്വൈസർ എന്ന ഭാഗത്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്കത് കാണുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ടത് നമ്മൾ ഈ ഏത് ചാർട്ടിലാണ് ഈ റോബോട്ട് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആഡ് ചെയ്യേണ്ടത് ആ ചാർട്ട് ഇവിടെ നമ്മൾ ആഡ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണുള്ളത്. ഞാനിപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ഒരു വിൻഡോയും ഓപ്പൺ ആവാത്ത സമയത്ത് കാണിക്കുക. ഞാൻ ഗോൾഡിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഗോൾഡിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഈ ചാർട്ട് വിൻഡോ എന്ന സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇത് ആഡാവും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിലവിൽ ഈ ഗ്രിഡൊക്കെ കാണുന്നുണ്ട്. നമുക്കത് F8 എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഗ്രിഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളറ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ വെറുതെ ഞാൻ ഇതിൻ്റെ കളറൊന്ന് കുറച്ച് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇങ്ങനെ നമുക്ക് വേണ്ട ഈ കള്ളിയൊക്കെ ഇവിടുന്ന് നിറം കുറഞ്ഞ്, അതേമാതിരി നമുക്കിവിടെ പിന്നെ ഈ ക്യാൻഡിൽ സ്റ്റിക്കാണ് വേണ്ടതെങ്കിൽ ക്യാൻഡിൽ സ്റ്റിക്ക് ഉപയോഗിക്കാം. അതുപോലെ ഇങ്ങനെ ലൈൻ ചാർട്ടാണ് വേണ്ടത്, അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അതേപോലെ ഇവിടെ സൂം ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ തൽക്കാലം അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചാർട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ചാർട്ടിൽ ചില റോബോട്ടുകൾക്ക് പ്രത്യേകം നിർബന്ധം ഉണ്ടാവും. അത് M5 അതായത് 15 മിനിറ്റ് ചാർട്ടിലാണ് ആഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ചാർട്ടിലാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതിന് പ്രത്യേകം നിബന്ധന ഉണ്ടെങ്കിൽ അത് ആ ചാർട്ടിലേക്ക് നമ്മൾ മാറ്റുക. നമ്മളിപ്പോൾ ഇവിടെ M15 അതായത് 15 മിനിറ്റിൻ്റെ ചാർട്ടിലേക്കാണ് നമ്മൾ ഈ ഫയൽ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ ഓട്ടോ ട്രേഡിംഗ് എന്ന ഒരു ബട്ടൺ നമുക്ക് കാണാം. ഇത് അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ സ്റ്റോപ്പ് ആവും. സ്റ്റോപ്പ് ആയാൽ ഇവിടെ ചുവപ്പ് കളറിലായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ വന്നാൽ ഓട്ടോ ട്രേഡിംഗ് ഓഫാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് ഓണാക്കണം ആദ്യം. അങ്ങനെ ഓണാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് റോബോട്ട് വർക്ക് ചെയ്യില്ല. മാത്രമല്ല നമ്മളത് ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ വ്യത്യാസം കൂടി അതിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടി വരും. ഇങ്ങനെ ഓണാക്കി വെച്ചതിൻ്റെ ശേഷം ഒന്നുകിൽ നമ്മളിപ്പോൾ ഈ ഗോൾഡ് മൈനിങ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അതിന്മേൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ അത് ആഡ് ചെയ്യുന്ന ഓപ്ഷൻ വരും. ഇനി അതും അല്ലെങ്കിൽ ഈ ഗോൾഡ് മൈനിങ് എന്നുള്ള വലിച്ച് ഈ ചാർട്ടിലേക്ക് ഇങ്ങനെ വലിച്ച് ഇടാവുന്നതാണ്.
ഇങ്ങനെ വരുമ്പോൾ ഇവിടെ എബൌട്ട് എന്ന് പറയുന്നൊരു പേജ് ഉണ്ട്. അവിടെ നമ്മൾ കോപ്പിറൈറ്റ് സമ്മർ സൊല്യൂഷൻസ് എന്നൊക്കെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ സൈറ്റിലേക്ക് പോകും. അതുപോലെ ഈ കോമൺ എന്ന് പറയുന്ന മറ്റൊരു സെക്ഷൻ ഉണ്ട്. ഇവിടെ അല്ലോ ലൈവ് ട്രേഡിംഗ് എന്നുള്ളത് ഇപ്പോൾ ഇവിടെ ഓണാണ്. പക്ഷേ നമ്മളിവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓട്ടോ ട്രേഡിംഗ് എന്നുള്ളത് ഓഫാക്കിയിട്ടാണ് നമ്മൾ ചാർട്ടിലേക്ക് ഇത് ആഡ് ചെയ്യുന്നതെങ്കിൽ ഈ ടിക്ക് മാർക്ക് ഇവിടെ എങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ ടിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരു ഭാഗം ഇൻപുട്ട് എന്ന് പറഞ്ഞ സെക്ഷനാണ്. ഈ ഇൻപുട്ട് എന്ന് പറഞ്ഞ സെക്ഷനിൽ നമ്മുടെ ലോഡ് സൈസ് കൂട്ടലും കുറക്കലുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ബാക്കി ഇതിലൊരുപാട് കാര്യങ്ങളുണ്ട്. ഇത് നമുക്ക് ഓരോന്നും അറിയുന്ന ആളുകൾക്ക് ഇതിൽ മാറ്റങ്ങൾ വരുത്താം. അല്ലെങ്കിൽ ഈ റോബോട്ട് നിർമ്മിച്ച കമ്പനിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ ഇത് പരീക്ഷണം നടത്തി വിജയിച്ച ഏതെങ്കിലും ആളുകൾ ഇന്ന രീതിയിൽ മാറ്റം വരുത്തിയാൽ ഇതിൽ വലിയ റിസൾട്ട് ഉണ്ടാകുമെന്ന് ആരെങ്കിലും നമ്മളോട് പറഞ്ഞാൽ അത്തരം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ മാറ്റം വരുത്താവുന്നതാണ്. ഇപ്പോൾ ക്ലോസ് ഓൾ ട്രേഡ്സ് ഓൺ ഫ്രൈഡേ, വെള്ളിയാഴ്ച ആയാൽ എല്ലാ ട്രേഡും ഓഫ് ചെയ്യാനാണ്. അപ്പോൾ നഷ്ടത്തിലും ലാഭത്തിലൊക്കെ ഉള്ള ട്രേഡുകളൊക്കെ വെള്ളിയാഴ്ച ആയാൽ ഓഫ് ചെയ്യണമെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ട്രൂ എന്നാക്കി കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ആകുമ്പോൾ ഓഫാവും, പിന്നെ വെള്ളിയാഴ്ച ട്രേഡൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇതിവിടെ ഫാൾസ് എന്നാക്കി വെച്ചാൽ വെള്ളിയാഴ്ചയും സാധാരണത്തെ പോലെ ട്രേഡ് ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക. ഇതൊക്കെ നമ്മൾ നോക്കി ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷം നമുക്കിത് മാറ്റം വരുത്താം. ഇനി നമുക്ക് സെറ്റിങ്സ് ആയിട്ട് ആരെങ്കിലും പ്രത്യേക സെറ്റിങ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഈ ലോഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ സെറ്റിങ്സ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഞാൻ നേരത്തെ കാണിച്ച ആ പ്രീസെറ്റ് എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് ആ സെറ്റിങ്സ് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ അടിച്ചു കഴിഞ്ഞാൽ ആ സെറ്റിങ്സിലുള്ളതൊക്കെ ഇവിടെ വരും. അതല്ല, ഈ സെറ്റിങ്സ് ഇപ്പോൾ നിലവിലുള്ള സെറ്റിങ്സ് നമ്മൾ പലതവണ മാറ്റിയും തിരുത്തിയും നമ്മൾ പ്രത്യേകമായി തിരഞ്ഞെടുത്ത ഒരു സെറ്റിങ്സ് ആണെങ്കിൽ അത് നമുക്ക് സേവ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ പുതിയ പേര് കൊടുത്തുകൊണ്ട് അത് സേവ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. തൽക്കാലം നമ്മളത് ഒഴിവാക്കുകയാണ്. ഇനി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ റോബോട്ട് സോഫ്റ്റ്വെയർ നമ്മുടെ ചാർട്ടിലേക്ക് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ ഒന്ന് രണ്ട് എഴുത്തുകളൊക്കെ എഴുതി കാണിക്കും. അത് പല റോബോട്ടും ആഡ് ചെയ്യുമ്പോൾ പല തരത്തിലേക്കും കാണുക. ചിലതിൽ ചാർട്ട് തന്നെ മാറും, ചാർട്ടിൻ്റെ കളറുകൾ മാറും. അതുപോലെ പലതരത്തിലുള്ള രീതിയിലുള്ള റോബോട്ടുകളുണ്ട്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ക്യാപിറ്റലും അതുപോലെ ഇന്നെത്ര ട്രേഡ് എടുത്തു, ഇപ്പോൾ എത്ര ട്രേഡ് ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ എഴുതി കാണിച്ചിട്ടുള്ളത്. ഇനി ഇതിപ്പോൾ നമ്മൾ വലിച്ചിട്ടത് ക്ലിയർ ആണ്, റെഡിയാണ് എന്ന് മനസ്സിലാക്കാൻ ഈ റോബോട്ടിൻ്റെ പേര് ഇവിടെ എഴുതി കാണിക്കുകയും അതിൻ്റെ കൂടെ ഒരു സ്മൈലിൻ്റെ ചിത്രം ചിരിച്ച് കൊണ്ട് ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ചിരിച്ച് നിൽക്കുന്നത് കണ്ടാൽ നമ്മൾ ആഡ് ചെയ്തത് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് നോക്കാം, ഈ ഓട്ടോ ട്രേഡിംഗ് എന്നുള്ള ബട്ടൺ ഓഫാണെങ്കിൽ ഇതിവിടെ കരഞ്ഞിരിക്കുന്ന സങ്കടപ്പെട്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു ഇമോജി ആയിരിക്കും ഇവിടെ കാണുക. ഇങ്ങനെ വന്നാൽ റോബോട്ട് പ്രവർത്തിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ എവിടെയാണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കി ആ മാറ്റത്തിരുത്തലുകൾ വരുത്തുകയോ ചെയ്താൽ നമുക്ക് ഈ റോബോട്ട് നമ്മുടെ സോഫ്റ്റ്വെയറുമായി കണക്റ്റായി ആഡായി കിടക്കും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കമ്പ്യൂട്ടറിലാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ കറണ്ട് പോകാൻ പാടില്ല, കമ്പ്യൂട്ടർ ഓഫ് ചെയ്യാൻ പാടില്ല, ഇൻ്റർനെറ്റ് കട്ടാകാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഈ റോബോട്ട് നമ്മുടെ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യുകയുള്ളൂ. ഇട്ട ട്രേഡ് പലതും ക്ലോസ് ആവുകയുള്ളൂ. എന്നാൽ ചില റോബോട്ടുകളിൽ ഈ ബ്രോക്കറിൽ തന്നെ TPയും SLും ടാർജറ്റും സ്റ്റോപ്പ് ലോസും ഉണ്ടാകും. അങ്ങനത്തത് നമ്മൾ റോബോട്ട് ഓഫ് ചെയ്താലും ആ ടാർജറ്റും TPയും വെച്ച് അത് വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള റോബോട്ട് സോഫ്റ്റ്വെയർ ഓണായിരിക്കാൻ വേണ്ടി VPS കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഓൺലൈനിൽ വർക്ക് ചെയ്യുന്ന ഓഫാകാത്ത, കറണ്ട് പോകാത്ത, ഇൻ്റർനെറ്റ് കട്ടാകാത്ത, മന്ത്ലി റെൻറ്റ് കൊടുത്തുകൊണ്ടുള്ള കമ്പ്യൂട്ടറുകളുണ്ട്. VPS എന്നാണ് അതിന് പറയാം. അത്തരം VPSലാണ് നമ്മൾ ഇതേ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യേണ്ടത്. മറ്റേ നമ്മളെ കമ്പ്യൂട്ടർ ഇതിനു വേണ്ടി ഫുൾ ടൈം ഓണാക്കി വെക്കുക എന്നത് നമ്മുടെ നാട്ടിലെ സാഹചര്യം അനുസരിച്ച് പ്രയാസമാണ്. എന്നാൽ ഏതെങ്കിലുമൊക്കെ ഓഫീസുകളിൽ 24 മണിക്കൂറും ഓഫ് ചെയ്യാത്ത കമ്പ്യൂട്ടറുകൾ ഉണ്ടെങ്കിൽ ഈ കമ്പ്യൂട്ടർ തന്നെ ഇതിന് മതിയാകും. അതിനു വേണ്ടി VPS എടുക്കേണ്ടതില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ റോബോട്ട് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടുമായി കണക്ട് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ റോബോട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കേണ്ടതുള്ളത്. ഇനി നമുക്കൊരു റോബോട്ട് കിട്ടി, അത് നമ്മൾ പണം കൊടുത്തു വാങ്ങിയതാവട്ടെ ഫ്രീ ആയിട്ട് കിട്ടിയതാവട്ടെ, അത്തരത്തിലുള്ളൊരു റോബോട്ട് നമുക്ക് എങ്ങനെയാണ് അത് പ്രവർത്തിപ്പിച്ച് നോക്കി നമ്മുടെ അക്കൗണ്ടിൽ ഇത് പ്രവർത്തിപ്പിച്ച് നോക്കിയാൽ നമുക്ക് പൈസ നഷ്ടം വരും. അപ്പോൾ ഒന്നുകിൽ ഇതേപോലെ ഡെമോ അക്കൗണ്ട്, ഇപ്പോൾ ഇത് ഡെമോ അക്കൗണ്ടാണ്, ഇതാ ഇവിടെ കാണാം, ഇതേപോലെ ഡെമോ അക്കൗണ്ടാണ്. ഡെമോ അക്കൗണ്ടുകളിൽ നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ച് പരിശോധിക്കാം. ഇനി അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ചിലപ്പോൾ 1 മാസമോ 2 മാസമോ 3 മാസമൊക്കെ പ്രവർത്തിപ്പിച്ചാലേ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റി എത്ര ഉണ്ട് എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ബാക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടിയുണ്ട്. അതായത് ഇതേ റോബോട്ടിന് 1 മാസം അല്ലെങ്കിൽ 1 വർഷം നമ്മുടെ അക്കൗണ്ടിൽ പ്രവർത്തിച്ചാൽ ഏത് രീതിയിലായിരിക്കും അതിൻ്റെ ലാഭവും നഷ്ടവും എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫയലിൻ്റെ തൊട്ടടുത്ത് വ്യൂ എന്നതിൽ നിന്ന് നമുക്കിവിടെ സ്ട്രാറ്റജി ടെസ്റ്റർ എന്ന് പറയുന്നൊരു ഭാഗം കാണാം. Ctrl+R
ക്ലിക്ക് ചെയ്താലും നമുക്കിത് ഓപ്പണായി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വിൻഡോ കൂടി ഓപ്പണായി വരും. ഞാൻ കാണാൻ സൗകര്യത്തിന് വേണ്ടി നേരത്തെ നമ്മളിവിടെ ടെർമിനൽ ഓപ്പണാക്കി വെച്ചിരുന്നല്ലോ, ആ ടെർമിനൽ താൽക്കാലികമായി നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. കാരണം നമുക്കപ്പോൾ ആ ചാർട്ട് കുറച്ചുകൂടെ വലുപ്പത്തിൽ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഏത് റോബോട്ടാണോ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് അതാണ് മേലത്തെ കോളത്തിലുള്ളത്. ഇവിടെ നമ്മൾ എക്സ്പെർട്ട് അഡ്വൈസർ എന്നുള്ളത് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ചെക്ക് ചെയ്യാനാണെങ്കിൽ ഇൻഡിക്കേറ്റർ എന്നുള്ളത് മാറ്റി കൊടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാം ഇവിടെ കാണിക്കും. നമ്മളിപ്പോൾ ഗോൾഡ് മൈനിങ് ആണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് അത് തന്നെയാണ് ഇവിടെ സെലക്ട് ആയി കിടക്കുന്നത്. അതേപോലെ തന്നെ നമുക്കിവിടെ ട്രേഡ് ചെയ്യേണ്ടത് ഏതിൽ പേരിലാണ്. ഇപ്പോൾ നമ്മൾ ഗോൾഡിലാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ നമ്മൾ ഗോൾഡ് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യുന്നു. അതേപോലെ M15 അതായത് 15 മിനിറ്റിൻ്റെ ചാർട്ടിലാണ് നമ്മൾ ഇത് ചെക്ക് ചെയ്യുന്നത്. അതേപോലെ ഇത് ഏത് ഡേറ്റിനാണ് നമ്മളിത് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ യൂസ് ഡേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താലാണ് ഡേറ്റ് വരിക. അപ്പോൾ നമ്മൾ ഏത് ഡേറ്റ്, ഞാനിപ്പോൾ ഇതൊരു വർഷത്തെ ബാക്ക് ടെസ്റ്റാണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 19-ാം തീയതിയാണ്. അപ്പോൾ നമുക്ക് 19 മാറ്റി 18 വരെയുള്ള ഡേറ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ 2024 ജൂൺ 18 മുതൽ 2025 ജൂൺ 18 വരെയുള്ള ഡേറ്റിലുള്ള ടെസ്റ്റാണ് എനിക്ക് കിട്ടേണ്ടത്. എനിക്ക് ആ ചെക്ക് ചെയ്യുന്നത് ഇവിടെ സ്ക്രീനിൽ കാണണം എങ്കിൽ വിഷ്വൽ മോഡ് എന്നൊരു ബട്ടൺ ഉണ്ട് ഇവിടെ, അത് ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ സ്പീഡ് നമുക്ക് വളരെ സ്ലോവിൽ ഇത് കണ്ടുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തന രീതി മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ സ്പീഡ് കുറക്കുകയും കൂട്ടുകയും ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത് കൊണ്ട് ഞാനിത് പരമാവധി സ്പീഡുള്ളതിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ഇവിടെ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റാർട്ടാവും. അതിൻ്റെ പുറമെ നമുക്കിതിൽ എന്തെങ്കിലും മാറ്റത്തിരുത്തലുകൾ വരുത്തണമെങ്കിൽ എക്സ്പെർട്ട് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഇവിടെ നമുക്ക് ലോഡ് സൈസുകൾ കൂട്ടിയോ കുറച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാറ്റത്തിരുത്തലുകൾ വേണമെങ്കിൽ ഇവിടെ നമുക്ക് മാറ്റാൻ വരുത്താവുന്നതാണ്. അതേപോലെ തന്നെ നമുക്കിത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ $10,000 കിടക്കുന്നത്. നമുക്കിതൊരു $1,000 പ്രവർത്തിച്ചാലുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിത് മാറ്റി കൊടുക്കാം. അതേപോലെ നമ്മൾ എത്ര എമൗണ്ടിലാണോ അത് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതേപോലെ 100-ലും 200-ലും ഒക്കെ ആക്കി മാറ്റാവുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ പൊസിഷൻ ലോങ് ഷോർട്ട്, അതായത് ബയ്യും സെല്ലും എടുക്കണോ വേണ്ടേ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ മാറ്റത്തിരുത്തലുകൾ വരുത്താവുന്നതാണ് വേണമെങ്കിൽ മാത്രം. അപ്പോൾ നമ്മൾ 10,000 എന്നുള്ളത് 1000 ആക്കി മാറ്റിയിട്ടാണ് ഇപ്പോൾ നമ്മളിത് കാണിക്കുന്നത്. ഇനി നമ്മൾ സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ മറ്റൊരു ചാർട്ട് ഇവിടെ ഓപ്പൺ ആയിക്കൊണ്ട് ഈ റോബോട്ട് ആ ചാർട്ടിൽ ഇൻസ്റ്റാൾ ആയിക്കൊണ്ട് പിന്നീട് അങ്ങോട്ട് ട്രേഡ് ചെയ്യുന്നൊരു രീതിയായിരിക്കും ഇവിടെ കാണാനുണ്ടാവുക. അപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുകയാണ്. അതോടുകൂടി നമ്മളെ മൈക്ക് തൽക്കാലം നിശബ്ദമാകും. നമുക്ക് ആ ഒരു വീഡിയോ കൂടെ ഇതിൽ കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യമായി നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ ഇവിടെ വരെ വരും. അപ്പോൾ ഇത് നമ്മുടെ അക്കൗണ്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നമുക്കിവിടെ നോക്കിയാൽ കാണാം. ആദ്യം എക്സ്പെർട്ട് അഡ്വൈസർ എന്ന് പറഞ്ഞ ഇത് ചാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സ്പ്രെഡ് 30-ലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ നമുക്ക് ഇവിടെ സ്പ്രെഡ് എന്നുള്ള ഭാഗത്ത് 30, ഇതൊക്കെ നമുക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഇപ്പോൾ ട്രേഡ് ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ട്രേഡ് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതിപ്പോൾ ചാർട്ട് കിടക്കുന്നത് ക്യാനൽസ്റ്റിക് അല്ല, അപ്പോൾ അത് ക്യാനൽസ്റ്റിക് ആക്കി കാണാമെന്നുള്ളവർക്ക് അങ്ങനെ കാണാവുന്നതാണ്. അതല്ല നമുക്ക് ലൈൻ ചാർട്ടാണ് ഒരാൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും കാണാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാവരും എപ്പോഴും യൂസ് ചെയ്യുന്നത് ക്യാനൽസ്റ്റിക് ആയതുകൊണ്ട് ക്യാനൽസ്റ്റിക്ക് എന്നുള്ള ഭാഗമാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിൽ ഭാഗം കൊടുക്കേണ്ട ഒന്ന് ഓഫാക്കണം. അപ്പോൾ ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് ഇവിടെ കാണാം. ഇവിടെ ബൈ എടുത്തതും അത് ക്ലോസ് ചെയ്തതും അതേപോലെ പിന്നെ അവിടെ ടാർജറ്റും സ്റ്റോപ്പ് ലോസൊക്കെ മോഡിഫൈ ചെയ്യുന്നതും ഒക്കെ നമുക്കിവിടെ ഇതേപോലെ ഇങ്ങനെ വായിച്ചെടുക്കാം. ഏറ്റവും താഴേക്ക് പോയാൽ ഏറ്റവും ലാസ്റ്റിലുള്ള റിപ്പോർട്ട് ഇവിടെ TP $15 പ്രോഫിറ്റ് കിട്ടിയത് കാണാം. 1000 ഉണ്ടായിരുന്നത് ഇപ്പോൾ 1057 ആയത് കാണാം. ഇതേപോലെ നമുക്ക് ഈ റിസൾട്ട് കാണാം. അതേപോലെ തന്നെ ഈ ഗ്രാഫ് ഇവിടെ നമുക്കറിയാം 1000 ആണ് നമ്മളെ ക്യാപിറ്റൽ ഉള്ളത്. അതുകൊണ്ട് 1000 മുതൽ ഇപ്പോൾ കിട്ടിയ പ്രോഫിറ്റ് വെച്ച് എത്രയാണോ ഉള്ളത് വെച്ചാൽ അതുവരെയുള്ള ഒരു സംഖ്യ ഇവിടെ കാണിക്കും. അതേപോലെ തന്നെ ആ ഗ്രാഫ് ഇങ്ങനെ പോകുന്നത് കാണാം. ഈ ഗ്രാഫിൽ തന്നെ ബാലൻസ് എന്നുള്ളത് ട്രേഡ് കഴിഞ്ഞ് പ്രോഫിറ്റോ ലോസോ സംഭവിച്ചതിൻ്റെ ശേഷമുള്ള എമൗണ്ടാണ് ഈ നീല ലൈന്. എന്നാൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ലോസുകൾ വരുന്ന സമയത്ത്, അതായത് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ലോസ്, അതിനെ നമ്മൾ ഫ്ലോട്ടിംഗ് ലോസ് എന്നോ അല്ലെങ്കിൽ ഡ്രോ ഡൗൺ എന്നൊക്കെ പറയും. ഈ ഡ്രോ ഡൗൺ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ അക്കൗണ്ടിൽ ഇവിടെ 1080 ഒക്കെ ഉണ്ടെങ്കിലും ലോസ് വന്ന് ഏകദേശം 1014, അതായത് ഒരു $50 മൈനസിലായിരിക്കും ഇവിടെ എത്തുമ്പോൾ മാർക്കറ്റ് ഉണ്ടാകുക. അതാണ് ഈ പച്ച അടയാളം നമുക്ക് സൂചന തരുന്നത്. അതേപോലെ ട്രേഡിൻ്റെ മൊത്തം റിസൾട്ട് ട്രേഡ് കഴിഞ്ഞാൽ ഇവിടെ റിപ്പോർട്ട് എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
അതിൻ്റെ മറ്റു കാര്യങ്ങൾ കാണിക്കും. അത് ഞാൻ ഈ ടെസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ കാണിക്കും. അതേപോലെ ഈ ജേണൽ എന്നോർത്ത് ട്രേഡ് ഇടുന്നതും അത് മോഡിഫൈ ചെയ്യുന്നതും ബൈ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണിക്കും. ഇത് നമുക്കിവിടെ ക്ലിയർ കൊടുത്തുകൊണ്ട് വീണ്ടും പുതിയത് നമുക്ക് ഇതേപോലെ തന്നെ പുതിയത് വരുന്നത് മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ കാണേണ്ടത്. ഇനി ഞാനിത് വിശാലമായി കാണുന്നതിന് വേണ്ടി, സൗകര്യപ്രദമായി കാണുന്നതിന് വേണ്ടി നമുക്ക് ഈ ഭാഗം ക്ലോസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ടെസ്റ്റർ എന്ന ഭാഗം ആണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ മൗസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ചാർട്ട് കുറച്ചും കൂടെ വലുതാകുന്ന രീതിയിൽ, അടിയിലുള്ള കോളം ചെറുതാകുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ട്രേഡ് എടുക്കുന്നതും ക്ലോസ് ചെയ്യുന്നതൊക്കെ. ഈ നീല ലൈൻ ഇങ്ങനെ പോകുന്നത് ട്രേഡ് ഇട്ടത് അവിടെ, ക്ലോസ് ചെയ്തത് ഇവിടെ, ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ക്ലോസ് ചെയ്ത ഡേറ്റിന് നേരെ നോക്കിയാൽ അത് ഏത് ഡേറ്റിന് ക്ലോസ് ആയെന്നും ഏത് ഡേറ്റിന് സ്റ്റാർട്ടായി എന്നൊക്കെ നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും. അത് ഈ റിസൾട്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്താലും ട്രേഡ് ചെയ്തതും എന്നാണ് ട്രേഡ് ഇട്ടതെന്നും അത് ക്ലോസ് ചെയ്യുന്ന ഡേറ്റും എല്ലാം ഇവിടെ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. അപ്പോൾ ഇനി നിങ്ങൾ കോളം ശ്രദ്ധിച്ച് ഇതിൽ നടക്കുന്ന ട്രേഡുകൾ വാച്ച് ചെയ്യുക. ഒരേ സമയത്ത് എത്ര ട്രേഡ് ഓപ്പണായി കിടക്കുന്നുണ്ട് അതൊക്കെ നമുക്കിവിടെ ഓപ്പൺ ട്രേഡ്സ് എന്ന ഭാഗത്തും ടുഡേ ട്രേഡ്സ് എന്ന ഭാഗത്തൊക്കെ നോക്കിയാൽ കാണാം. ഡ്രോ ഡൗൺ എത്ര ശതമാനം പോയി എന്നതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വായിച്ചെടുക്കാവുന്നതാണ്. അതോടൊപ്പം നമുക്ക് ഈ ഒരു ഗ്രാഫ് എന്ന ഭാഗം നമ്മളിവിടെ ഓപ്പണാക്കി വെക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഈ ചാർട്ടിൻ്റെ ഈ ഒരു ലൈൻസ് മേലോട്ടാണോ താഴോട്ടാണോ പോകുന്നത് എന്നതിൻ്റെ ഒരു ചിത്രം കൂടി കാണാം. അപ്പോൾ തൽക്കാലം മൈക്ക് ഓഫ് ചെയ്യുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ വാട്സപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. വിളിച്ചാൽ ചിലപ്പോൾ നമുക്ക് എപ്പോഴും സൗകര്യപ്പെട്ടുകൊള്ളണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ഇംഗ്ലീഷിലൊക്കെ ഉള്ള ഇത്തരത്തിലുള്ള വീഡിയോകൾ ധാരാളമുണ്ട്. മലയാളത്തിൽ ഇത്തരം വീഡിയോകൾ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് മലയാളത്തിൽ ഇത് കണ്ട് മനസ്സിലാക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാം.
ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് നിയോണ്ടോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലാണ്. അതുകൊണ്ടാണ് സ്ക്രീന് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നത്. നമ്മൾ കഴിഞ്ഞ അതായത് 2024 ജൂൺ 18 മുതലുള്ള ചെക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിലൂടെ ഒക്ടോബർ 18 ആയിട്ടുണ്ട്. അതായത് ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ 4 മാസത്തെ റിസൾട്ടാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തൽക്കാലം ഞാനിവിടെ ഈ ടെസ്റ്റ് അവസാനിപ്പിക്കുകയാണ്. കാരണം നമ്മൾ ഇത് അതായത് ഇപ്പോൾ തന്നെ ഏകദേശം വീഡിയോ നല്ലൊരു ലെങ്തി ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇനിയും ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇതിവിടെ അവസാനിപ്പിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് ഈ സെറ്റിങ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ സ്റ്റോപ്പ് ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ സ്റ്റോപ്പ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിനി ഇതിൻ്റെ റിസൾട്ടുകൾ ഇവിടെ നേരത്തെ കാണിച്ച പേജ് ഇവിടെ കാണാം. അതേപോലെ ഗ്രാഫ് നേരത്തെ ഇവിടെ കാണിച്ചത് അതിൻ്റെ ബാക്കി കാണാം. ഇവിടെ മറ്റൊരു സെക്ഷൻ അത് നേരത്തെ ആക്റ്റീവ് അല്ലായിരുന്നു, ഇപ്പോൾ ഇത് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇത് വളരെ നീണ്ട ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ഡീറ്റെയിൽ ആയി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ആസ് റിപ്പോർട്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമുക്കിത് സേവ് ചെയ്യാം. അപ്പോൾ ഇതിന് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗോൾഡ് മൈനിങ് എന്ന് കൊടുക്കുകയാണ്. ഗോൾഡ് മൈനിങ് ഇവിടെ വേറെ ഫയൽ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഗോൾഡ് മൈനിങ് എന്ന പേര് കൊടുത്ത് ഇത് സേവ് ചെയ്യാം. ഇങ്ങനെ സേവ് ചെയ്ത് നമുക്കിനി വേണമെങ്കിൽ ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യാവുന്നതാണ്. തൽക്കാലം ഈ വിൻഡോ ക്ലോസ് ചെയ്ത് നമ്മൾ മറ്റു സെക്ഷനിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ട്രാറ്റജി ടെസ്റ്റർ റിപ്പോർട്ട് ഗോൾഡ് മൈനിങ് ഒക്ട എഫ്എക്സ് ഡെമോ എന്ന് പറഞ്ഞ് ബിൽഡ് 1441. ഇവിടെ XAU USDയിലാണ് നമ്മൾ ട്രേഡ് നടന്നിട്ടുള്ളത്. 15 മിനിറ്റിൻ്റെ ചാർട്ടിലാണ് നടന്നിട്ടുള്ളത്. അതേപോലെ 18/6/2025 മുതൽ ആണ് നമ്മുടെ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ 18 ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ, അതായത് ഇതിൻ്റെ തുടങ്ങിയ ഡേറ്റുകളൊക്കെയാണ് കാണുന്നത്. അതുപോലെ നമ്മളെ സെറ്റിങ്സ് മോഡൽ എവരി ടിക്ക് എന്ന് പറഞ്ഞ സെക്ഷനിലാണ് കിടന്നിരുന്നത്. അതേപോലെ തന്നെ ഈ റോബോട്ടിൻ്റെ ഇൻപുട്ടിലുള്ള സെറ്റിങ്സുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നോക്കി ആർക്കെങ്കിലും ഇത് ഏത് സെറ്റിങ്സിലായിരുന്നു കിടന്നിരുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇത് നോക്കിയാൽ മതി. അതേപോലെ തന്നെ ഇനീഷ്യൽ ഡെപ്പോസിറ്റ് നമ്മൾ നേരത്തെ കണ്ടതാണ്. $1000 ഇട്ടുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. നെറ്റ് പ്രോഫിറ്റ്, അതായത് ലോസൊക്കെ കഴിച്ചിട്ടുള്ള പ്രോഫിറ്റിനാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുക. അത് 1645 അതേപോലെ തന്നെ ഗ്രോസ് ലോസ് എന്ന് കാണാം. അതായത് നമ്മളിതിൽ സ്റ്റോപ്പ് ലോസ് ഇല്ലാത്ത റോബോട്ട് ആയതുകൊണ്ട് ഇതിൽ ലോസിലൊരു ട്രേഡും ക്ലോസ് ആകാത്തത് കൊണ്ടാണ് ഇവിടെ ഒന്നും കാണാത്തത്. മാത്രമല്ല ഇത് എത്ര ട്രേഡ് ടോട്ടൽ ഇട്ട് 116 ട്രേഡാണ് മൊത്തത്തിലിട്ടത്. ഇതെല്ലാം പ്രോഫിറ്റിലാണ്. ഇതിൻ്റെ ആവറേജ് പ്രോഫിറ്റ് ഏകദേശം എത്രയാണ്, ആവറേജ് വിൻസ് എത്രയാണ്, ആവറേജ് ഡോളർ എത്രയാണ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ഉണ്ട്. അതേപോലെ അതിൻ്റെ തൊട്ട് താഴത്തിൻ്റെ ഗ്രാഫുണ്ട്. ഈ ഗ്രാഫിൽ നമുക്ക് നേരത്തെ അവിടെ കണ്ട അതേ ഗ്രാഫ് തന്നെയാണിത്. മറ്റൊന്ന് ഇവിടെ നമ്മുടെ ട്രേഡിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് 18 10:15 ട്രേഡ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം ഒരു ബൈ വീണു, അത് 2318 അപ്പോഴത്തെ പ്രൈസ്. വീണ്ടും 2316 എത്തിയപ്പോൾ വീണ്ടും ഒരു ട്രേഡ് ഇട്ടു. അങ്ങനെ ആ ട്രേഡ് ഇവിടെ എന്ത് ചെയ്തു, TP അടിച്ചു. അതായത് $15 പ്രോഫിറ്റിൽ, അതായത് 2331 നമ്മൾ എന്ത് ചെയ്തു, 15 നമ്മൾ ഇതിൽ TP സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 31.95 ട്രേഡ് ഇട്ടു, 16.95 ട്രേഡ് ഇട്ടു, 31.95 ക്ലോസ് ആയി. $15 ഇവിടെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ കാണുന്ന ഈ മോഡിഫൈ എന്ന് പറയുന്ന ഭാഗം, ഇതിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ട്രേഡിങ് മേലക്ക് പ്രൈസ് പോകുന്നതിനനുസരിച്ച് അതെന്ത് ചെയ്യും, ട്രെയിലിംഗ് ഇങ്ങനെ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇങ്ങനെ മോഡിഫൈ എന്ന് പറഞ്ഞിട്ട് കുറേ കാണുന്നത്. അപ്പോൾ ഈ മോഡിഫൈ എന്നുള്ള ഭാഗമൊക്കെ അങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് അതൊക്കെ അങ്ങനെ താഴോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് പോയാൽ ഇത് എപ്പോഴാണ് ക്ലോസ് ആയതെന്ന് വെച്ചാൽ അതിവിടെ കാണാം. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു ബൈ എടുത്തിട്ടുണ്ട്. അത് മൂന്നാമതെടുത്ത ബൈ ആണ്. നിലവിൽ 2 ബൈ ഉണ്ടായിരിക്കെ മൂന്നാമതെടുത്ത ബൈ ആണ്. ഒരേ സമയത്ത് 5 ട്രേഡ് മാത്രമേ ഇതിൽ ഓടുള്ളൂ. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം വേണമെങ്കിൽ നമുക്ക് ഇൻപുട്ടിൽ മാറ്റി കൊടുക്കേണ്ടവർക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. അങ്ങനെ താഴോട്ട് പോയി ഈ മോഡിഫൈ ഒക്കെ അങ്ങനെ കഴിഞ്ഞ് താഴോട്ട് പോയാൽ ഇവിടെ കാണാത്ത ട്രേഡിൻ്റെ നമ്പറാണിത്. 1ാമത്തെ ട്രേഡാണ് ഈ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ TP എന്ന് കാണാം. ഇത് 1ാമത്തെ ട്രേഡിൻ്റെ TP ആണ് ഇവിടെ കണ്ട. $15 പ്രോഫിറ്റായി, അത് ക്ലോസ് ആയി. ചിലപ്പോൾ അത് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ചതുകൊണ്ട് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് അടിച്ചുകൊണ്ട് കാണാം. അപ്പോൾ ഈ മോഡിഫൈ എന്നുള്ള ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ഇത്തരത്തിൽ കാണുന്നത് മാത്രം നമ്മൾ നോക്കിയാൽ മതി.
അപ്പോൾ നമുക്ക് ഇതേപോലെ താഴോട്ടേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ ഒരു ട്രേഡ് ഉണ്ടാകും. ഇത് അഞ്ച് ഇതിൽ SL അടിച്ചതാണ്. SL സ്റ്റോപ്പ് ലോസ് അടിഞ്ഞതാണ്. പക്ഷേ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആയതുകൊണ്ട് ഒരു നിശ്ചിത പ്രോഫിറ്റിക്ക് പോകുന്ന സമയത്ത് അത് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അത് ട്രെയിലിംഗ് ചെയ്യാന്ന് പറയും. അതായത് പ്രോഫിറ്റ് കിട്ടത്തക്ക വിധത്തിൽ സ്റ്റോപ്പ് ലോസിനെ സെറ്റ് ചെയ്യുന്നതിനാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന പ്രോഫിറ്റാണ് ഈ പറയപ്പെട്ട പ്രോഫിറ്റ്. അതല്ല ഇതിങ്ങനെ കയറ്റി വല്ലാതെ മേലോട്ട് പോവുകയാണെങ്കിൽ $15 ആയാൽ പിന്നെ അവിടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഒന്നുമില്ല, നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ആകും. ശരിക്കും ഈ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇല്ലാത്തത് കൊണ്ട് വെക്കുന്നത് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് TP അതിൽ കൂടുതലൊക്കെ വെക്കാവുന്നതാണ്. ഏതായാലും അങ്ങനെ ഇതിൻ്റെ ഫുൾ റിസൾട്ടുകളാണ് ഇതിൽ കാണുന്നത്. ഞാനിത് വെറുതെ കണ്ണോടിച്ചിങ്ങനെ താഴോട്ട് കൊടുക്കുകയാണ്. ഈ വീഡിയോൻ്റെ താഴെ എല്ലാവരും ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ചാർട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഈ ഫയൽ, ഇതൊരു ഫയലാണല്ലോ, ഈ ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലിങ്ക് ഇത് ഗൂഗിൾ ഡ്രൈവിലോ മറ്റോ അപ്ലോഡ് ചെയ്തെടുത്തുകൊണ്ട് വേണമെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഉൾപ്പെടുത്താം. അത് കമൻറ്റിൽ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഇത് ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം ഞാനത് അങ്ങനെ ഒരു സംരംഭം ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഈ ഗോൾഡ് മൈനിങ് എന്ന് പറയുന്ന ഈ ഒരു റോബോട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള റോബോട്ടാണ്. അത് നമ്മുടെ ടീം തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളൊരു സോഫ്റ്റ്വെയറാണ്. അപ്പോൾ അതുകൊണ്ട് അത് താല്പര്യമുള്ള ആളുകൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉപയോഗിക്കാനുള്ള സംവിധാനം നമ്മൾ ഏർപ്പെടുത്തി തരുന്നതായിരിക്കും. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.